ശരി 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 സി ആർ നീലകണ്ഠൻ, ഈ പി വി അൻവർ ഈ രാഷ്ട്രീയ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രത്യയശാസ്ത്ര നിലപാടുകൾ മാറുന്നു എന്നത് മാത്രമല്ല, അദ്ദേഹം ഏറ്റെടുക്കുന്ന വിഷയങ്ങളും മാറുകയാണ്. ഇപ്പോൾ ആദ്യം അദ്ദേഹം പറഞ്ഞത് പാർട്ടിയെ CPM-നെ ശുദ്ധീകരിക്കാൻ വേണ്ടി നടത്തുന്ന യത്നമാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ്. പിന്നീട് അദ്ദേഹം പറഞ്ഞത് സഖാക്കൾക്ക്, പാർട്ടിയിലെ സാധാരണക്കാരായ സഖാക്കൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ഈ പറയുന്ന പോലെ ഒരു ശുദ്ധീകരണത്തിന് വേണ്ടി അതാണ് നടത്തുന്നതെന്ന് പറഞ്ഞു. പിന്നീട് അദ്ദേഹം പറഞ്ഞ ആഭ്യന്തര വകുപ്പ് അതിൻ്റെ ഇടപെടൽ കാരണം കേരളത്തിലെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നു, അതിനെതിരെയാണ് താൻ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. പിന്നെ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് വന്ന ശേഷം പിന്നീട് അദ്ദേഹം മറ്റ് സാമൂഹിക വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ നിലപാടുകളുടെ കാര്യത്തിലാണെങ്കിലും അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ള പാർട്ടികളുടെ കാര്യത്തിലാണെങ്കിലും അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു എന്നതാണ് പി വി അൻവറിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഈ മറ്റ് ഉല്ലാസ് ബാബു ഒക്കെ പറഞ്ഞതുപോലെ അതാണ് ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പി വി അൻവറിലും PC ജോർജിനും താങ്കൾ എന്തെങ്കിലും സമാനതകൾ കാണുന്നുണ്ടോ ശ്രീ സി ആർ നീലകണ്ഠൻ? പി വി അൻവറിന്റെ രാഷ്ട്രീയ ഭാവി താങ്കളുടെ ഒരു നോട്ടത്തിൽ എന്താകും? അല്ല, ഒന്നാമത്തെ കാര്യം, പി വി അൻവറും PC ജോർജും തമ്മിൽ ഞാൻ താരതമ്യം ചെയ്യില്ല. കാരണം ഒരാൾ അവരുടെ രാഷ്ട്രീയത്തിൽ വ്യത്യാസമുണ്ട്, അതവിടെ നിൽക്കട്ടെ, ആ വിഷയമല്ല. പി വി അൻവറിൻ്റെ ഭാവി പറയാൻ ഞാനൊരു ജ്യോത്സ്യനും അല്ല. പക്ഷേ പ്രധാന പ്രശ്നം ഇവിടെ ഇപ്പോൾ UDF ഉണ്ട്, LDF ഉണ്ട്, BJP ഉണ്ട്. പി വി അൻവർ വളരെ തെറ്റായ ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്തു. തടയണയാവാം, അല്ലെങ്കിൽ വാട്ടർ തീം പാർക്കാവാം, ഇതിനൊക്കെ എതിരെ പോയി ഗോപീഷ് നന്നായിട്ട് അറിയാലോ. ഇതൊക്കെ ഞാനടക്കമുള്ള ആളുകളെ എത്ര ഹീനമായിട്ടാണ് അന്ന് ഈ കായികമായി പോലും ആക്രമിച്ചത്. അതിന് ഈ സൈബർ സൈന്യം, കടന്നൽ എന്ന് പറയുന്ന സൈബർ സൈന്യം എത്ര ഹീനമായിട്ടാണ് ആക്രമിച്ചത്, എത്ര സത്യാത്മകമായിട്ടാണ്. കാരശ്ശേരി മാഷെ പോലുള്ള വളരെ ആദരണീയരായ ആളുകൾ വരെ, എന്നെ പോട്ടെ, അവരെ വരെ എത്ര മോശമായിട്ടാണ് ആക്രമിച്ചത് എന്ന് അറിയാത്ത ആളുകളല്ല കേരളത്തിൽ. ഇനിയിപ്പോൾ അന്നൊക്കെ അദ്ദേഹത്തിന് ഓശാന പാടുകയും അദ്ദേഹമാണ് ഗംഭീരം, അദ്ദേഹം ചെയ്തതിനൊക്കെ ഈ CPM-ൻ്റെ സൈബർ സൈന്യം അതിനെ പിന്തുണയ്ക്കുകയും ഒക്കെ ചെയ്തു. എനിക്ക് നല്ല ഉറപ്പുണ്ടാകായിരുന്നു, നന്നായിട്ടറിയാം. ഇനിയിപ്പോൾ അവർ വിട്ടുപോയാൽ അവരെന്ത് ചെയ്യുന്നറിയില്ല. തടയണയുടെ കാര്യത്തിൽ ഗവൺമെൻറ് നിലപാടെന്താണെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ 3 പ്രാവശ്യം ഹൈക്കോടതി ഉത്തരവിട്ടിട്ട് പൊളിച്ചു മാറ്റാത്ത തടയണ, അത് അൻവറിനെ മാത്രം കഴിവുകൊണ്ടല്ലല്ലോ അത് പൊളിച്ചു മാറ്റാതിരുന്നത്. കേരളത്തിലെ ഭരണകൂടം പിന്താങ്ങിയത് കൊണ്ടല്ലേ. അൻവറിൻ്റെ എല്ലാ നിയമലംഘനങ്ങൾക്കും ഇതുവരെ പിന്തുണയുണ്ടായിരുന്നു കേരള ഭരണകൂടത്തിൻ്റെ. ഇനി UDF-ലേക്ക് വരുമ്പോൾ UDF അവനെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല. തങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരാൾ എന്ത് തെമ്മാടിത്തരം ചെയ്യാനും പിന്തുണയ്ക്കുക എന്നുള്ളത് നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു ശൈലിയായി മാറുന്നു. അത് UDF സ്വീകരിക്കുക എന്നുള്ളത് പറയേണ്ടത് UDF, ഞാനിപ്പോൾ പറയില്ല. ഇനി നേരത്തെ മുസ്തഫ പറഞ്ഞ ഒരു കമൻറ്റ് എനിക്ക് പറയണം. വാളയാറിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്ക് ചിരി വന്നുപോയി. ഒരാഴ്ച മുമ്പ് പെരിയ കേസിൽ CBI കുറ്റപത്രം നൽകി വിചാരണ ചെയ്ത് ശിക്ഷിച്ചപ്പോൾ അതിൽ ഊട്ടമില്ല, ഞങ്ങളത് വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ ആളുകൾ 3ാമത്തെ കുറ്റപത്രത്തിൽ വാളയാർ അമ്മയുടെയും അച്ഛൻ്റെയും പേര് വന്നപ്പോൾ അയ്യോ CBI എന്ത് മഹാന്മാർ, ഇപ്പം അദ്ദേഹം പറഞ്ഞല്ലോ വാളയാർ അമ്മ കുറ്റവാളിയാണെന്ന്. അതിനോ സംശയമില്ല. പക്ഷേ KV കുഞ്ഞിരാമൻ കുറ്റവാളിയല്ല. ഞാനത് പറയാൻ കാരണം എനിക്കത് പറഞ്ഞിട്ട് ധാർമ്മികമായ ബാധ്യതയുള്ളത് കൊണ്ടാണ്. കാരണം CBI എന്ത് വിശ്വാസമാണ് ഇപ്പോൾ മുസ്തഫയ്ക്ക് എന്ന് എനിക്ക് മനസ്സിലായി. കുറ്റപത്രം നമ്മൾ കണ്ടിട്ടില്ല. കുറ്റപത്രം കൊടുത്താൽ ഉടനെ തന്നെ അവരൊക്കെ പ്രതികളാണ്. CBI കുറ്റപത്രം കൊടുത്തോ അവരൊക്കെ കുറ്റം ചെയ്തോരാ എന്ന് അദ്ദേഹത്തിന് നല്ല ഉറപ്പാണ്. അതവിടെ നിൽക്കട്ടെ. ഇനി പി വി അൻവറിൻ്റെ ഭാവിയിലേക്കല്ല ഞാൻ വരുന്നത്. അടിയന്തരമായി കേരളത്തിലെ രാഷ്ട്രീയത്തിൽ വ്യക്തികളുടെ ഭാവി എന്ന് പറയുന്നത് തന്നെ കടന്നു പോകുന്ന വഴികൾ ആലോചിക്കുക. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വൃത്തികെട്ട നാവ് ആരുടെയാണെന്ന് ചോദിച്ചാൽ ഇന്നിപ്പോൾ എനിക്ക് പറയേണ്ടി വരും PC ജോർജിൻ്റെയാണെന്ന്. അത്രയ്ക്കും വിഷം ചീറ്റുന്നൊരു നാവായി അദ്ദേഹം മാറി. ഒരു മുസ്ലിം സംഘടനകളുടെ വക്താവായി നിന്നിട്ടുണ്ട്. ഇത് രണ്ടും ഞാനും ഗോപീഷനും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കണ്ടിട്ടുണ്ട്. ഇത് മാറാൻ ഇവിടെ യാതൊരു വിഷമവുമില്ല. പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് ഒരു അടിത്തറയും ഇല്ലാത്ത സാധനമാണ്. അത് CPM-നായാലും കൊള്ളാം, കോൺഗ്രസിനായാലും കൊള്ളാം, ആർക്കായാലും കൊള്ളാം. ഞാൻ പറഞ്ഞ നാളെ UDF-ലേക്ക് വരികയാണെങ്കിൽ, എനിക്കറിയില്ല, UDF-ലേക്ക് വരികയാണെങ്കിൽ UDF-കാർ ഇപ്പോൾ ചാമക്കാലയ്ക്ക് അത് അന്നത്തെ തടയണ കുഴപ്പമായിരുന്നു, ഇപ്പോൾ തടയണ കുഴപ്പമില്ല എന്ന് പറയേണ്ടതൊന്നും എനിക്കറിയില്ല. അല്ലെങ്കിൽ മുസ്തഫയ്ക്ക് ഇപ്പോൾ വരുമെന്നറിയില്ല. അപ്പോൾ ഒരു നെറികേടെന്ന് ഞാൻ പറഞ്ഞ പോലെ ആ വാക്കിനൊക്കെ വളരെ വില കുറയും. ഒരു നിലപാടുമില്ലാത്ത രാഷ്ട്രീയമാണ് നമ്മുടെ നാട്ടിൽ കളിക്കുന്നത്. അതുകൊണ്ടാണ് അൻവറിനും PC ജോർജിനും പോലെയുള്ളവർക്ക്